പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീജ വിശ്വത്തെ ഇങ്ങനെ പ്രാവണ് എൻ്റെ ഒരു ഗതികേട് നേരത്തനാവോ എൻ്റെ അച്ഛന് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്ക് പറയുന്നത് നിങ്ങൾക്കറിയോ? അച്ഛന് ഈ വിവരം അറിഞ്ഞാൽ അച്ഛനോട് സത്യം മറച്ചു വെച്ചതിൽ എന്നോട് പോലും ദേഷ്യം ഉണ്ടാവും. അച്ഛൻ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചേക്കില്ല. ഈ പൈസ നിങ്ങളിൽ നിന്ന് പോയതോ കറണ്ട് ബില്ല് അടയ്ക്കാത്തതോ ഒക്കെ അച്ഛൻ ക്ഷമിക്കും. പക്ഷേ ഈ വൈദ്യുതി മോഷ്ടിച്ചതറിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? അത് മാത്രമല്ല സുധാകരൻ മാഷ് വൈദ്യുതി ഊറ്റി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പാവത്തിന് ഈ പ്രായത്തിൽ ജയിലിൽ അടയ്ക്കാനാണോ എന്നൊക്കെ ചോദിച്ച് ശ്രീജ വേഗം കാതി കിടക്കുന്ന കമ്മലൂരി വിശ്വത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ട് നാളെ കറണ്ട് ബില്ലിൻ്റെ പ്രശ്നം തീർത്തേക്കണം. മാത്രമല്ല ഇനി ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല. എൻ്റെ ശരീരത്തിൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ എന്നറിയാലോ, ബാക്കിയൊക്കെ മുക്കണ് എന്നും പറഞ്ഞ് ശ്രീജ അത് ബലമായി വിശ്വത്തിൻ്റെ കയ്യിൽ കൊടുത്ത് താഴെയാണ് പായ് വിരിച്ച് കിടക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വിനായകനെയും അതുപോലെ തന്നെ നന്ദിനിനെയാണ്. നന്ദിനി കിടന്ന് വീശിണ് ചൂടെടുത്തിട്ട്. പക്ഷെ വിനായകനാണെങ്കിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഒരേ പാട്ട് പാടി 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 ലാസ്റ്റത്തെ പാട്ടിലെ ഒരു വരി രാമച്ച വിശറി വീശി നിന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദിനി വേഗം വിനായകനെ തട്ടി എഴുന്നേൽപ്പിക്കും. ഇതേ മനുഷ്യ, ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ അമ്മയെന്ന് പറയേ. എന്തമ്മ എന്ന് പറയും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മര്യാദയ്ക്ക് എന്തായാലും വീശിയതല്ലേ, പാട്ട് പാടിയതല്ലേ, നിങ്ങൾ എന്നെ വീശാൻ പറയുമേ. എത്ര നേരം? ഞാൻ ഉറങ്ങണത് വരെ എന്ന് പറയും. ഈ അവസ്ഥയിൽ നീ എപ്പോൾ ഉറങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നിന്നെ വീശി തരുന്നതിൽ എൻ്റെ അമ്മ എന്ത് ചെയ്തിട്ട് എന്ന് പറഞ്ഞത്, ഇവിടെ കറണ്ട് ബാറ്ററി ഓടിയിരുന്നൊരു ഫാൻ ഉണ്ടായിരുന്നു, അതെടുത്ത് അവൾക്ക് കൊടുത്തു നിങ്ങളമ്മ എന്നൊക്കെ പറഞ്ഞ്. അയ്യോ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. എന്ത് ചെയ്യാൻ? ഞാൻ നിനക്ക് നാളെ അത് മേടിച്ച് തരാടി എന്ന് പറയും. വേദയുടെ കയ്യിൽ നിന്നെന്ന് പറയും. എൻ്റെ പട്ടിക്ക് വേണ്ട ഇനി അത് എന്ന് പറയും. അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയും. നിങ്ങളെന്നെ കളിയാക്കിയാണല്ലോ എന്നൊക്കെ ചോദിക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ട് വീശാൻ കിടെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വീശാണ്. ഇതിനിപ്പോൾ എന്ത് ചെയ്യും, ഇതിനൊരു പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ആകെ ഒരു പരിഹാരമുള്ളൂ, നാളെ പകൽ അങ്ങനെ ബാറ്ററി ഓടുന്നൊരു ഫാൻ ഈ മുറിയിൽ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ് മനുഷ്യ എന്ന് പറയുമ്പോൾ ബാറ്ററി ഓടുന്ന ഫാൻ വാങ്ങാൻ കുറേ കാശൊക്കെ ആവില്ലേ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, അവളുടെ കയ്യിലുള്ള പോലത്തെ അമ്മ വാങ്ങിക്കൊടുത്ത പോലത്തെ ഒരു ഫാൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വീശി വീശി നിർത്താണ്ട് വീശാൻ പറയും. അങ്ങനെ വിനായകൻ വീശിക്കൊണ്ടേയിരിക്കുന്നത് എന്ത് കഷ്ടകാലം ഗതികിടണാവോ എന്നൊക്കെ ആലോചിച്ച് പാട്ട് പാടിയത് ഇങ്ങനെ ഒരു വിനയാവും എന്നൊക്കെ വിചാരിച്ച് അയാൾ വീശി കൊടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിലാഷ് മാഷിൻ്റെ വീടിൻ്റെ മതിൽ ചാടുന്നതും മതിൽ ചാടി നേരെ വിക്രമിൻ്റെ മുറിയിൽ വരുന്നതും വിക്രമിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കുത്തുന്നതുമായിട്ട് ആണ് കാണിക്കുന്നത്. വിക്രം അയ്യോ എന്ന് പറഞ്ഞേക്കാൾ മുന്നേ കുത്തുന്നൊരു ഭാഗമായി കഴിഞ്ഞിരുന്നു. പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു കണ്ടിരുന്നത് നമ്മുടെ രാധയും. അയ്യോ വിക്രമേട്ട എന്ന് വിളിച്ച് രാധ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ രാധയുടെ അമ്മയും കൂടി എഴുന്നേൽക്കുക. എന്താടി രാധ എന്ന് ചോദിക്കും. ഞാനൊരു സ്വപ്നം കണ്ട് വിക്രമേട്ടൻ ആരോ കുത്തിന്ന്. നിൻ്റെ കുക്രമേട്ടൻ, നിനക്ക് നാണില്ലേ പെണ്ണെ? പശുവും ചത്ത് മോരിലെ പുളിയും പോയി, എന്നിട്ട് അവൾ വിക്രമിൻ്റെ പേരും പറഞ്ഞ് നടക്കണം. അവനിപ്പോൾ അവൻ്റെ ഭാര്യനായിട്ട് കിടക്കുന്നുണ്ടാവടി, നാണം കേട്ടവളെ. ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഇന്ന് രാത്രി മാത്രമല്ലടി, ഇനി പകലും നീ സ്വപ്നം കാണും. മര്യാദയ്ക്ക് കിടന്നുറങ്ങടി, ബാക്കിയുള്ള എൻ്റെ ഉറക്കം കളയാന്നൊക്കെ പറഞ്ഞ് ആ അമ്മ അവിടെ കിടന്നുറങ്ങും. പിന്നെ കാണിക്കുന്നത് വേദനയാണ്. വേദനയ്ക്ക് എനിക്ക് ചൂടെടുത്തിട്ട് കിടക്കാൻ പറ്റണില്ല, കൊതുവും കടിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ റൂമുകളിലും വാതിലും അതുപോലെ തന്നെ ജനലൊക്കെ തുറന്നിട്ടുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ വേദ മുറിയിൽ നിന്ന് ആ ബാഗിൽ നിന്ന് അമ്മ കൊടുത്ത ഫാൻ എടുത്ത് കഴിഞ്ഞിട്ട് കാറ്റൊക്കെ ഉണ്ടായി നല്ല സുഖം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളണ്. പിന്നീട് എന്തോ ആലോചിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പായയും തലയൊക്കെ ആയിട്ട് നേരെ നമ്മുടെ വിക്രമിൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. വിക്രമിൻ്റെ മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വാതിലൊക്കെ അടച്ച് പായൊക്കെ താഴ്ത്തിടുന്ന സമയത്തായിരിക്കും ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിക്കുമ്പോൾ തന്നെ വേദ ഫോൺ എടുക്കുന്നുണ്ട്. രാധയായിരിക്കും അപ്പുറത്ത്. അയ്യോ വിക്രമേട്ട എന്ന് വിളിക്കും. എന്തൊന്നും മിണ്ടാത്ത വിക്രമേട്ട, ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയും. സ്വപ്നമൊക്കെ കണ്ടെങ്കിലേ പകൽ വിളിച്ച് പറയടി, ഇപ്പോഴല്ല നട്ടപ്പാതിരിക്കല്ല കണ്ണി കണ്ട ആണുങ്ങളെ വിളിക്കുന്നത്, അതും ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. മേലിൽ നീ എന്താടി നിന്നോട് ആരും പറഞ്ഞടി വിക്രമേട്ടൻ്റെ ഫോൺ എടുക്കാമെന്ന് ചോദിക്കും. ഈ ഒച്ച കേട്ട് നമ്മുടെ വിക്രമനെ എഴുന്നേൽക്കുന്നുണ്ടാവും. വിക്രമൻ എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ വേദയെ നോക്കിക്കും. അപ്പോൾ വേദ പറയുന്നുണ്ട്, പാതിരിക്കും നട്ടപ്പാതിരിക്കല്ലടി ഒരു ആണുങ്ങളെ വിളിച്ച് സ്വപ്നത്തിൻ്റെ കണക്കൊക്കെ പറയണേ, അതിനൊക്കെ പകൽ സമയം ഉണ്ട്. മേലിൽ നീ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് രാത്രി എങ്ങാനും വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കടി ഫോൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ വേദ അങ്ങനെ ആജ്ഞാപിക്കുന്നു. അപ്പം രാധ ഇങ്ങനെ ആകെ നാണം കെട്ട് ഒന്നും മിണ്ടാൻ പറ്റണില്ല രാധയ്ക്ക്. രാധ അങ്ങനെ ഫോൺ വെക്കും. പെട്ടെന്ന് തന്നെ വിക്രം ചോദിക്കുന്നുണ്ട് വേദയോട്, നിന്നോട് ആര് പറഞ്ഞടി എൻ്റെ ഫോൺ എടുക്കാമെന്ന് ചോദിക്കും. അത് പിന്നെ ഒരു പെൺകുട്ടി പച്ചപ്പാതിരിക്ക് ഒരു മനുഷ്യൻ ഒരാണിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അത് കല്യാണം കഴിഞ്ഞ ഒരാളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്, നീ ആരടി അതിനെന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് ഇത്ര നാൾ മനസ്സിലായില്ലേ? ഈ നാട്ടുകാരുടെ മുന്നിലേ വേദ വിക്രമാണ്, നിങ്ങളുടെ മുന്നിൽ വേദ
ശങ്കരനാരായണൻ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ടും അവിടെ ഫോൺ വെച്ചിട്ട് പായ വിരിക്കും. നിൽക്ക് നിൽക്ക്, നീ എന്തിനാ ഇവിടെ പായ വിരിക്കണേന്ന് ചോദിക്കും. ഇവിടെ പായ വിരിക്കണ എന്തിനാ, എടുക്കാൻ മനസ്സിലായില്ല, ഇത് നമ്മുടെ മുറിയല്ലേ. നമ്മുടെ മുറിയോ, ഇത് എൻ്റെ മുറിയേണ്ടിയെന്ന് പറയും. ആഹാ മാഷ് നിങ്ങൾക്കത് എഴുതി തന്നോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയും. അങ്ങനെ തല്ലാനായിട്ട് കൈ ഓങ്ങുമ്പോൾ വേദ പറയും തൊട്ടു പോകരുത് തന്നെ. എന്നിട്ട് കുറേ നിയമങ്ങളൊക്കെ അങ്ങോട്ട് മുന്നിലേക്ക് അങ്ങോട്ട് വിതറി കൊടുക്കും. വിക്രം വേഗം പേടിച്ച് കൈ മാറ്റും. എന്നിട്ട് പറയും ഞാൻ ഈ മുറിയിൽ നിന്ന് പോകണോ, എന്നെ വലിച്ച് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഈ മുറി നിങ്ങൾക്ക് സുധാകരൻ മാഷ് ഇഷ്ടദാനം എഴുതി തന്നിട്ടുണ്ടെന്നുള്ളൊരു രേഖ കണ്ടാൽ ഞാൻ പോകാം, അല്ലെങ്കിൽ ഞാനിവിടെ കിടക്കും. ഇതേ ഞാൻ കണ്ടോടത്തോളം സുധാകരൻ മാഷിൻ്റെ വീടിലെ ഒരു ഭാഗമാണെന്ന് പറയും. എന്നിട്ട് വേദ കിടന്നിട്ട് അയ്യോ മറന്നു എന്നും പറഞ്ഞിട്ട് ആ ഫാൻ എടുക്കും. ഫാൻ എടുത്തിട്ട് ഇങ്ങനെ വേദന മുഖത്തേക്ക് ഇങ്ങനെ കാറ്റ് ഇങ്ങനെ കൊള്ളിക്കിന്. എന്നിട്ട് എന്താ വെച്ചാൽ ഒടുക്കത്തെ പാട്ടും ഒരു രസമില്ലാത്ത പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. കല്യാണരാമനിലെ പാട്ടൊക്കെ പാടും. വിക്രമിനുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല. വേദന സൗണ്ടും ഫാനിൻ്റെ ഉച്ചത്തിലുള്ള ആ ശബ്ദവും എല്ലാം കൂടെ ഇപ്പോൾ നീ എന്നെ ശല്യം ചെയ്യാൻ വന്നാണോ, മര്യാദയ്ക്ക് മിണ്ടാണ്ട് കിടക്കടി എന്നൊക്കെ പറയും. ഇതേ ഞാൻ എനിക്ക് പാട്ട് പാടാനുള്ള അവകാശമൊക്കെ ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വേദ കിടന്നോ ഉറങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. വിക്രമുണ്ടെങ്കിൽ പാട്ട് കേട്ടിട്ട് ചെവിട്ടിയിൽ വരെയും തലണം മറച്ച് പിടിച്ച് വിക്രം കിടക്കുന്നുണ്ട്. വേദണെങ്കിൽ പാട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേദ ഉറങ്ങി. ഓ ഉറങ്ങിയോ പിശാച് എന്നൊക്കെ പറയും. അതിന് മുന്നേ നിന്നെ ഉറക്കത്തിൽ ഞാൻ ചവിട്ടി കുത്തി ഓടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കൂടി വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല. പതുക്കനെ വിക്രം ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ടെന്നും പറഞ്ഞിങ്ങനെ മിണ്ടാണ്ട് എഴുന്നേറ്റ് വേദയുടെ അടുത്ത് ചെന്ന് കമിഴ്ന്ന് കിടക്കണ പോലെ കിടന്നിട്ട് ആ ഫാൻ അങ്ങോട്ട് അടിച്ച് മാറ്റും. എന്നിട്ട് ഇനി കുറച്ച് നേരം ഞാൻ കാറ്റ് കൊള്ളട്ടെ, നീ കുറേ നേരമായില്ലേ കാറ്റ് കൊള്ളണം എന്നൊക്കെ പറഞ്ഞങ്ങായിട്ട് ഇങ്ങനെ മനസ്സിലാലോചിച്ച് വിക്രം ചെറിയൊരു പാട്ടൊക്കെ പാടി ആ ഫാൻ്റെ കാറ്റ് കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വേദനയിൽ ഇങ്ങനെ ഇടങ്ങാണ്ട് ഇട്ടങ്ങായിട്ട് അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് വേദമൊന്നും മിണ്ടാണ്ട് കിടക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് നേരൊക്കെ പുലർന്ന് എല്ലാവരും എഴുന്നേറ്റ് വേദനയിൽ ചൂലുമായിട്ട് വിക്രമിൻ്റെ മുറിലേക്ക് വന്നപ്പോൾ ബെസ്റ്റ് കണി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചൂലാണല്ലേ കണി, അപ്പോൾ ഇത് നല്ല ദിവസമായിരിക്കുമല്ലോ എന്ന് പറയും. നിനക്ക് എന്താണ്ട് ഇവിടെ കാര്യം എന്ന് ചോദിക്കും. അല്ല ഈ നിങ്ങളെ കയ്യിലെങ്ങനെ ഈ ഫാൻ വന്ന്, എനിക്കറിയില്ല, നിങ്ങളത് മോഷ്ടിച്ചാണല്ലേ എന്ന് ചോദിക്കും. എന്നോട് മിണ്ടാനും എന്നെ മുറിയിൽ കിടത്താനൊക്കെ ഇഷ്ടക്കുറവാണ്. നിങ്ങൾ ഈ ഫാൻ കട്ടുകൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതെന്ന് പറയും. കട്ടോ, ഞാനൊന്നും കട്ടിട്ടൊന്നുമില്ല എന്ന് പറയും. ഇതെനിക്ക് എൻ്റെ അമ്മ തന്ന ഫാനാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ ഇതിവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടിയെന്ന് പറയും. വേദയാണെങ്കിൽ വിക്രമിനെ കള്ള 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 എന്ന് വിളിക്കും. വിക്രം വേദന അടിക്കാൻ ഓടുമ്പോൾ വേദ വീണ്ടും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടും. നന്ദിനി വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ കള്ളൻ എന്ന് പറയും. അശേ വൃത്തികെട്ടവനെന്ന് പറഞ്ഞ് നന്ദിനി ആകെ ദേഷ്യപ്പെടുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വേദ പെട്ടെന്ന് വിശ്വത്തിൻ്റെ മുറിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു. അവർ കമ്മൽ പണയം വെക്കുന്ന കാര്യം, കറണ്ട് ബില്ല് കട്ട് ചെയ്ത കാര്യം, കറണ്ട് ഊറ്റിയ കാര്യം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രീജ ഇങ്ങനെ വിഷമിക്കുന്നതും അച്ഛൻ അറിഞ്ഞാൽ ക്ഷമിക്കില്ല, എന്ത് ചെയ്തിട്ടായാലും നിങ്ങൾ ഈ കമ്മൽ കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്ത് കറണ്ട് ബില്ല് നടച്ചിരിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ വേദ അവിടെ നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നു. വേദയ്ക്ക് അപ്പോൾ കാര്യം മനസ്സിലായി. കറണ്ട് ഫീസ് പോയതല്ല എന്നും പറഞ്ഞിട്ട് എന്നിട്ട് റെഡി, എന്നാലും ഇത് നിൻ്റെ കയ്യിലുള്ള ആകത്തൊരു ഇതല്ലേ നോക്കും കമ്മൽ, അത് ഇങ്ങനെ എന്നാൽ പിന്നെ നിങ്ങൾ പണിയെടുത്ത് മേടിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിശ്വത്തിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മുടെ ശ്രീജ മുന്നിലേക്ക് വരുമ്പോൾ വേദ അവിടെ നിൽക്കുന്നുണ്ടാവും. വേദേ ഞാനേ ഒന്ന് പുറത്ത് പോവായിരുന്നു എന്ന് പറയും. ഞാൻ കേട്ടു, നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കാനൊന്നും വന്നതല്ല കേട്ടോ ശ്രീജേടത്തി, സംസാരം ഇതാണെന്ന് മനസ്സിലായപ്പോൾ നിന്ന് പോയതാണ്. വിശ്വേട്ടൻ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ, ഞാനത് അച്ഛനായിട്ട് എങ്ങനെയെങ്കിലും അവതരിപ്പിച്ചതല്ല. ഇതിപ്പോൾ അച്ഛൻ അറിഞ്ഞ് അച്ഛൻ ക്ഷമിക്കുമോ, അച്ഛൻ എന്തെല്ലാം പറയും, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് കാര്യം ചെയ്യും, കറണ്ട് ബില്ല് തായോ ഞാൻ കെട്ടാം, കമ്മലങ്ങോട്ട് ശ്രീജേടത്തിലേക്ക് കൊടുക്കാൻ പറയും. അപ്പോൾ വിശ്വത്തിനൊരു വിഷമാവും. എന്തായാലും വിശ്വനോട് പറയുന്നുണ്ട് ജോലി കിട്ടിയിട്ട് എനിക്ക് തിരിച്ച് തന്നാൽ മതി, കടായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞ് വേദ 2 മിനിറ്റ് കൊണ്ട് തന്നെ കറണ്ട് ബില്ല് അടയ്ക്കും. ബില്ല് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നാൽ വേഗം KCBയിൽ പോയി പറയാൻ പറയും. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും. എന്നാൽ ശരി ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരകത്തിരുന്ന് ചായ കുടിക്കുകയായിരിക്കും. ആ സമയത്ത് മാഷ് വന്നിട്ട് പെട്ടെന്ന് കാണുന്നത് ഫ്യൂസ് ഇല്ല, അതിൻ്റെ ഭാഗത്തൊരു വയറും കൂടിയാണ്. അപ്പോൾ മോഷണം പോയാണെന്ന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ വിശ്വം എന്ന് അലറി വിളിക്കുന്നുണ്ട്. വിശ്വമാണെങ്കിൽ ദോശ തിന്നായിരുന്നു. ആ സമയത്ത് വീണ്ടും അയാൾ അതെടുത്തൊരു കുലുക്കമില്ലാണ്ട് വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വിളിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും മാഷിൻ്റെ ശബ്ദം കൂടിയപ്പോൾ ഭക്ഷണം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നന്ദിനിയും അമ്മയൊക്കെ ചെല്ലുന്നുണ്ട്. എന്താ മാഷേന്ന് ചോദിക്കും. വിശ്വത്തിനോട് ചോദിക്കും, നീ ഇന്നലെ കറണ്ട് ബില്ല് അടച്ചോ? അത് അടച്ചല്ലോ എന്ന് പറയും. അതിൻ്റെ ബില്ല് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറയും. ബില്ല് എടുക്കാൻ ബില്ല് ഇല്ല. പെട്ടെന്ന് അയാൾ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കും. ആ സമയത്ത് സുധാകരൻ മാഷ് കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കും. അപ്പോൾ എല്ലാവരും വിഷമിക്കുകയും പേടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സമയത്ത് പറയുന്നുണ്ട് കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, അതേ പകരം പണ്ട് ITAയിൽ പഠിക്കാൻ വിട്ടതിനുള്ള ഗുണമാണ് കാണിക്കുന്നത്. കണ്ട വയറ് എടുത്തും കഴിഞ്ഞിട്ട് അവൻ കറണ്ട് ഊറ്റിയേക്കണ്,
ഈ സുധാകരൻ മാഷ് കറണ്ട് കുറ്റിയെന്നും പറഞ്ഞിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഇവൻ ചെയ്തേക്കുന്നത്. ഒരു വാഴ വെക്കായിരുന്നെങ്കിൽ എനിക്കൊരു കൊലയെങ്കിലും വെട്ടായിരുന്നു. ഇത് തിന്ന് മുടിക്കാനല്ലാണ്ട് ഇവനെ കൊണ്ട് എന്തിന് കാര്യം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അപമാനിക്കുന്നുണ്ട് വിശ്വത്തിനെ. കറണ്ട് ബില്ലിൻ്റെ കാശ് ഞാൻ മനഃപൂർവ്വം എടുത്തതല്ല വെച്ചാൽ ആ പലിശക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിയതെന്ന് പറയും. പലിശക്കാരന് കാശ് നീ കൊടുക്കാനുണ്ടായിട്ടല്ലേ, അല്ലാണ്ട് അവൻ വെറുതെ ബലമായി പിടിച്ച് വാങ്ങിയതല്ലല്ല. നീ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? നിൻ്റെ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുക, ഭക്ഷണം ചിലവിന് കൊടുക്കാനോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ശ്രീജ പെട്ടെന്ന് ഇങ്ങനെ ഏങ്ങിക്കരയും. അപ്പോൾ മാഷിനത് കേൾക്കുമ്പോൾ ഒരു വിഷമാവും. മാഷ് ചോദിക്കുന്നത് എന്തിനാണ്ടാ ഇങ്ങനൊരു ശാപം, ഒരു പെണ്ണിനെ കെട്ടാണ്ട് ഒറ്റത്തടിയായി നിൽക്കായിരുന്നെങ്കിൽ നിനക്ക് ഇതിനേക്കാൾ അന്തസ്സ് ഉണ്ടായിരുന്നില്ലേടാ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വിക്രത്തിനെ നോക്കിക്കൊണ്ട് വേദം നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.